നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് റേഷൻ കാർഡ് ഉപഭോക്താക്കളെയും പൊതുവിതരണ സംവിധാനത്തെയും നേരിട്ട് ബാധിക്കുന്ന നിരവധി സുപ്രധാന മാറ്റങ്ങളാണ് 2026 നടപ്പിലാക്കുന്നത്. റേഷൻ കാർഡിലെ വിവരങ്ങൾ ശരിയാക്കുന്നതു മുതൽ KYC നിർബന്ധമാക്കുന്നതും സപ്ലൈകോ സ്റ്റോറുകളുടെ നവീകരണവും മുതിർന്ന പൗരന്മാർക്കുള്ള വീട്ടിലെത്തുന്ന റേഷൻ വിതരണ പദ്ധതിയും ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇപ്പോൾ പൊതുജനങ്ങളുടെ ശ്രദ്ധ നേടുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ നിന്ന് മാറി ഔദ്യോഗിക വിവരങ്ങളെ അടിസ്ഥാനമാക്കി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പ്രധാന മാറ്റങ്ങൾ വിശദമായി നമ്മൾക്ക് പരിശോധിക്കാം. റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട സമയമാണിത്. കേരളത്തിലെ പൊതുവിതരണ സംവിധാനം മുതൽ സുതാര്യവും സാങ്കേതികവിദ്യ അധിഷ്ഠിതവുമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ വിവിധ ഡിജിറ്റൽ സേവനങ്ങൾ നടപ്പിലാക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റേഷൻ കാർഡ് വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കുന്നതിനും അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനാൽ ഓരോ റേഷൻ കാർഡ് ഉടമകളും സ്വന്തം കാർഡിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. റേഷൻ കാർഡിലെ തെറ്റുകൾ ഇനി തിരുത്താം. നിരവധി ആളുകളുടെ റേഷൻ കാർഡിൽ പേരുകൾ തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. വിലാസം മാറിയിട്ടും പഴയ വിലാസം തന്നെ തുടരുന്നതും കുടുംബാംഗങ്ങളുടെ വിവരങ്ങൾ പിശകുകൾ ഉള്ളതും തുടങ്ങിയ പ്രശ്നങ്ങൾ നിലവിലുണ്ട്. ഇത്തരം പിശകുകൾ ഇനി ഓൺലൈൻ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ തിരുത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ പുതിയ കുടുംബാംഗങ്ങളെ ചേർക്കുക, മരണപ്പെട്ടവരുടെ പേര് ഒഴിവാക്കുക, വിലാസം പുതുക്കുക, പേരിലെ അക്ഷരത്തെറ്റുകൾ തിരുത്തുക, മൊബൈൽ നമ്പർ പുതുക്കുക തുടങ്ങിയ സേവനങ്ങളും ലഭ്യമാണ്. ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാതിരിക്കാൻ ഓരോ കുടുംബവും തങ്ങളുടെ ഡിജിറ്റൽ റേഷൻ കാർഡ് വിവരങ്ങൾ പരിശോധിച്ച് ഉറപ്പാക്കേണ്ടതാണ്. KYC നിർബന്ധമാണോ എന്നുള്ള ചോദ്യമുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് KYC. KYC ചെയ്തില്ലെങ്കിൽ റേഷൻ കാർഡ് റദ്ദാക്കുമെന്ന രീതിയിലുള്ള നിരവധി സന്ദേശങ്ങളാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഔദ്യോഗിക വിവരങ്ങൾ പ്രകാരം ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കേണ്ടതില്ല. റേഷൻ കാർഡ് ഉടൻ റദ്ദാക്കപ്പെടുമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നിലവിലില്ല. എന്നാൽ അർഹരായവർക്ക് മാത്രം സബ്സിഡി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനായി ആധാർ അടിസ്ഥാനമാക്കിയുള്ള ബയോമെട്രിക് പരിശോധനയായ KYC പൂർത്തിയാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. KYC എവിടെ ചെയ്യും? KYC പൂർത്തിയാക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾ, റേഷൻ കടകൾ, അധികൃതർ അനുവദിച്ചുള്ള സേവന കേന്ദ്രങ്ങൾ, ആധാർ കാർഡും റേഷൻ കാർഡും കൈവശം കരുതി ബയോമെട്രിക് പരിശോധന പൂർത്തിയാക്കിയാൽ നടപടികൾ എളുപ്പത്തിൽ പൂർത്തിയാക്കാൻ കഴിയും. KYC ചെയ്യാത്തവർക്ക് എന്ത് സംഭവിക്കും? ഇത് സംബന്ധിച്ച വലിയ ആശങ്കകൾ ജനങ്ങളിൽ നിലനിൽക്കുകയാണ്. KYC ചെയ്യാത്തവരുടെ റേഷൻ കാർഡ് ഉടൻ റദ്ദാക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല. എന്നാൽ പരിശോധനകൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിൽ ചില സബ്സിഡി ആനുകൂല്യങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിവിധ അറിയിപ്പുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കുന്നതാണ് നല്ലത്. സോഷ്യൽ മീഡിയയിലൂടെ ദിവസേന നിരവധി വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. നാളെ മുതൽ കാർഡ് റദ്ദാക്കും, വെള്ള കാർഡ് ഇല്ലാതാക്കും, എല്ലാ കാർഡുകളും BPL ആക്കും, പുതിയ കാർഡ് നിർബന്ധം, ഇങ്ങനെ നിരവധി വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം വിവരങ്ങൾ വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റിലോ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ അറിയിപ്പുകളിൽ നിന്ന് ഉത്തരവ് വരേണ്ടതുണ്ട്. കേരളത്തിലെ സപ്ലൈകോ സംവിധാനവും വലിയ നവീകരണത്തിലേക്കാണ് നീങ്ങുന്നത്. സാധാരണ മാവേലി സ്റ്റോറുകളെ കൂടുതൽ ആധുനിക സൗകര്യങ്ങളുള്ള സിഗ്നേച്ചർ മാർട്ടുകളാക്കി മാറ്റാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമായ ഷോപ്പിംഗ് അനുഭവം നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന സ്റ്റോറുകൾ. ചില മേഖലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളും ആലോചിക്കുന്നുണ്ട്. ഇതുവഴി ജോലി സമയക്കുറവ് മൂലം സാധനങ്ങൾ വാങ്ങാൻ കഴിയാത്തവർക്ക് കൂടുതൽ സൗകര്യം ലഭിക്കും. ഡിജിറ്റൽ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കും. സപ്ലൈകോ സേവനങ്ങൾ ഓൺലൈൻ സംവിധാനങ്ങളുമായി കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും പുരോഗമിക്കുകയാണ്. ഭാവിയിൽ ഓൺലൈൻ ബുക്കിംഗ്, മൊബൈൽ ആപ്ലിക്കേഷൻ സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റുകൾ, പ്രത്യേക വിഭാഗങ്ങൾക്കുള്ള ഹോം ഡെലിവറി എന്നിവ കൂടുതൽ വ്യാപകമാക്കുമെന്നാണ് പ്രതീക്ഷ. മുതിർന്ന പൗരന്മാർക്കും വലിയ ആശ്വാസമുണ്ട്. സംസ്ഥാനത്തെ ഏറെ ശ്രദ്ധ നേടുന്ന പദ്ധതികളിൽ ഒന്നാണ് വീട്ടിലെത്തുന്ന റേഷൻ വിതരണം. പ്രായമായവർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് റേഷൻ വാങ്ങുന്നതിനായി കടകളിൽ എത്തുന്നത് ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് ഈ പദ്ധതി വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതായത്
പ്രാദേശിക പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ ചില പ്രദേശങ്ങളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വീട്ടിലെത്തുന്ന റേഷൻ വിതരണം നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇത് വിജയകരമായാൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. APL BPL ആക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമുണ്ട്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയരുന്നത്. നിലവിൽ എല്ലാവർക്കുമായി പൊതുവായ രീതിയിൽ APL BPL കാർഡുകളാക്കുന്ന പ്രത്യേക ക്യാമ്പുകൾ നിലവിലില്ല. എന്നാൽ യാഥാർത്ഥ്യത്തിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബങ്ങൾക്കും ദാരിദ്ര്യ നിർണയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരങ്ങൾ നിലവിലുണ്ട്. അപേക്ഷ എവിടെ നൽകാമെന്ന് ചോദ്യമുണ്ട്. APL നിന്ന് BPL വിഭാഗത്തിലേക്ക് മാറ്റം ആവശ്യപ്പെടുന്നവർക്ക് താലൂക്ക് സപ്ലൈ ഓഫീസ്, സിവിൽ സപ്ലൈസ് വകുപ്പ് പോർട്ടൽ എന്നിവ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. എന്നാൽ എല്ലാ അപേക്ഷകളും പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ തീരുമാനം വരിക. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നടപടിയുണ്ട്. വരുമാനം കുറച്ചു കാണിച്ചോ, തെറ്റായ വിവരങ്ങൾ നൽകിയോ അനർഹമായി BPL ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികാരികൾ പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിനാൽ അപേക്ഷ നൽകുമ്പോൾ യഥാർത്ഥ വിവരങ്ങൾ മാത്രം നൽകേണ്ടത് അനിവാര്യമാണ്. റേഷൻ സംവിധാനം കൂടുതൽ സുതാര്യമാക്കുകയെന്ന ലക്ഷ്യം സർക്കാർ സ്വീകരിക്കുന്ന ഈ നടപടികൾ പ്രധാന ലക്ഷ്യം യഥാർത്ഥ അർഹരായവർക്ക് മാത്രം ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നതാണ്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ വ്യാജ കാർഡുകൾ ഒഴിവാക്കാനാകും. അർഹരായ കുടുംബങ്ങളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. പരാതികൾ അറിയിക്കാൻ പ്രത്യേക നമ്പറുണ്ട്. റേഷൻ വിതരണം സംബന്ധിച്ച പരാതികൾ, ക്രമക്കേടുകൾ, അനധികൃത പണം ഈടാക്കൽ, സംവിധാനങ്ങളുടെ ലഭ്യത സംബന്ധിച്ച പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടെങ്കിൽ ടോൾ ഫ്രീ നമ്പറായ 1967 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക. ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും ശരിയാകണമെന്നില്ല. അതുകൊണ്ട് യൂട്യൂബ് വീഡിയോകൾ, വാട്സപ്പ് സന്ദേശങ്ങൾ, ഫേസ്ബുക്ക് പോസ്റ്റുകൾ എന്നിവ മാത്രം ആശ്രയിക്കാതെ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഔദ്യോഗിക അറിയിപ്പുകളും സർക്കാർ വെബ്സൈറ്റുകളും പരിശോധിച്ച ശേഷമേ വിവരങ്ങൾ വിശ്വസിക്കാവൂ. ഇപ്പോൾ സുഹൃത്തുക്കളെ, 2026 റേഷൻ കാർഡ് സംവിധാനത്തിലും സപ്ലൈകോ സേവനത്തിലും നിരവധി മാറ്റങ്ങൾ വരികയാണ്. റേഷൻ കാർഡിലെ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക. ആവശ്യമായവർ എത്രയും വേഗം KYC പൂർത്തിയാക്കൂ. സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങൾ വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. മുതിർന്ന പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിലെത്തുന്ന റേഷൻ വിതരണ പദ്ധതി വലിയ ആശ്വാസമാകുമെന്ന പ്രതീക്ഷയും ഉയരുന്നുണ്ട്. സുഹൃത്തുക്കളെ, റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് സർക്കാർ സേവനങ്ങൾ കൂടുതൽ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനാൽ ഓരോ കുടുംബവും ചില കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ആദ്യമായി, റേഷൻ കാർഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ ഇപ്പോഴും പ്രവർത്തനക്ഷമമാണോ എന്ന് പരിശോധിക്കുക. കാരണം ഭാവിയിൽ വിവിധ അറിയിപ്പുകളും പരിശോധനകളും OTP അടിസ്ഥാനത്തിലായിരിക്കും ലഭിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിലെ ഏതെങ്കിലും അംഗത്തിന്റെ ആധാർ വിവരത്തിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതും യഥാസമയം പുതുക്കേണ്ടതാണ്. പേര്, ജനന തീയതി, വിലാസം തുടങ്ങിയ വിവരങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ KYC നടപടികളിലും മറ്റ് സേവനങ്ങളിലും ബുദ്ധിമുട്ടുകൾ നേരിടാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലെ ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതിനും പുതിയ അംഗങ്ങളെ ചേർക്കുന്നതിനും കാലതാമസം വരുത്തരുത്. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ അർഹരായ ആനുകൂല്യങ്ങൾ ശരിയായ കുടുംബങ്ങളിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. അതേസമയം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കരുത്. നാളെ മുതൽ എല്ലാ കാർഡുകളിലും APL BPL കാർഡുകൾ റദ്ദാക്കുമെന്നുള്ള വാർത്തകളൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതൊന്നും വിശ്വസിക്കരുത്. എന്നാൽ സർക്കാർ നയങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക ഉത്തരവുകളും അറിയിപ്പുകളും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രസിദ്ധീകരിക്കുന്നതാണ്. അതിൽ വാട്സപ്പ് സന്ദേശങ്ങളോ അഭ്യൂഹങ്ങളോ മാത്രം ആശ്രയിച്ച് തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. റേഷൻ വിതരണം, സബ്സിഡി, കാർഡ് തിരുത്തൽ, KYC തുടങ്ങിയ കാര്യങ്ങളിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത റേഷൻ കട, താലൂക്ക് സപ്ലൈ ഓഫീസ്, അക്ഷയ കേന്ദ്രം എന്നിവ സഹായം തേടാവുന്നതാണ്. 1967 എന്ന ടോൾ ഫ്രീ നമ്പറിലും പരാതികളും സംശയങ്ങളും അറിയിക്കാൻ സാധിക്കുന്നതാണ്. അർഹരായവർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റങ്ങൾ നടപ്പിലാക്കുന്നു എന്ന കാര്യം മറക്കരുത്. ഇന്നത്തെ വീഡിയോയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങളിൽ നിന്ന് മാറി ഔദ്യോഗിക വിവരങ്ങളെ അടിസ്ഥാനമാക്കി റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.